അസ്സലാമലൈക്കും. ഹായ് ഗെയ്സ്, ഇത് നമ്മൾ മ്യൂസിയത്തിൻ്റെ ബാക്കിയാട്ടോ. ആ സൈഡ് കണ്ട് ഇനിയിപ്പോൾ ഈ സൈഡിലോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൽ വലിയ കണ്ടോ എന്താ ഭംഗി. ഞാൻ നേരത്തെ കാണിച്ച ഒരു വെള്ളമൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഒരു പുറംഭാഗമായിരുന്നു. ഇതിപ്പോൾ അകത്ത് തന്നെയാണ്. ഇതൊരു വാതിലാണ്, മണിച്ചിത്രത്താഴിലെ വാതിൽ പോലെ ഒരു വലിയൊരു വാതിൽ തുറന്ന് അകത്തേക്കായിട്ട് പ്രവേശിക്കാവുന്നതാണ്. ഞാനിതാ മന്ദം വന്നിട്ട് വാതിലിപ്പോൾ തുറക്കും. ഇതും സലാലയിൽ തന്നെയാണ് കേട്ടോ ഈ മ്യൂസിയം ഉള്ളത്. നമ്മൾ ആദ്യത്തെ പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും. മന്ദം വന്ന് വാതിൽ തുറന്നിട്ടുണ്ട്. വാതിൽ തുറന്ന ഉടനെ ഒരു മാപ്പാണ്. എൻ്റെ ഉദ്ദേശം വെച്ച് പറയുകയാണെങ്കിൽ ഇത് അവിടുത്തെ ഒരു മാപ്പാണ്. ഇത് അവിടുത്തെ രാജാവും ഇനി ഇപ്പം മുപ്പരാട് ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അവിടുത്തെ റിയാലൊക്കെ മാറ്റിയിട്ടുണ്ട്, ഓമാറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഈ പ്രതിമകളൊക്കെ അവിടുത്തെ പഴയ ബിൽഡിങ്ങുകൾ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവങ്ങളാട്ടോ ഈ കാണിക്കുന്നതൊക്കെ. ഇപ്പോൾ അടുത്ത കാലത്തെ സംഭവങ്ങളൊന്നും അല്ല ഇതൊന്നും. അവിടുത്തെ മ്യൂസിയത്തിൽ ഉണ്ടായതാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇതൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത്. നമ്മളെ ഗ്ലോബ് പോലുള്ള ഒരു സാധനമാണ്. പക്ഷേ അത് ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആ സ്ഥലത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ആ മതിൽ പതിച്ചിട്ടുമുണ്ട്. കാണുന്നില്ലേ? നല്ല രസമല്ലേ കാണാൻ? സീനൊക്കെ എഴുതിയിട്ടുണ്ട്. കടൽ ഭാഗം കരഭാഗമൊക്കെ ആണ് ആ കാണുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അറേബ്യൻ സീൻ എഴുതി കണ്ടില്ലേ, ആ വെള്ളമുള്ള ഭാഗത്താണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു രേഖാചിത്രമായിരിക്കാം. കാരണം കുറേ ചിത്രങ്ങൾ അവിടെ ഫ്രെയിമായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മതിലും. അവിടെ കുറേ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയറിയോ കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കല്ലുകളൊക്കെ അവിടെ ഉണ്ട്. പഴയ കാലഘട്ടത്തിലെ കല്ലുകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെയും കുറേ പഴയ കാലഘട്ടങ്ങളിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന, അവിടെ സലാലയിൽ ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസുകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാല, വള എന്ന സാധനങ്ങൾ ഉപയോഗിച്ചില്ല പണ്ടത്തെ കാലത്ത്. ഓക്കെ ബായ്, അടുത്ത വീഡിയോയുമായി വരാം.